നമസ്കാരം. കൊല്ലൂർ മൂകാംബിക സരസ്വതി മണ്ഡപം FB പേജിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹംസനാഥം ഓർക്കസ്ട്രയ്ക്ക് ഇന്നിവിടെ ഒരു ഭക്തിഗാന സുധ വീണ്ടും അവതരിപ്പിക്കാൻ അവസരം തന്ന ഇതിൻ്റെ നല്ലവരായ ഭാരവാഹികൾ, വിശിഷ്യ ഈ FB കൂട്ടായ്മയുടെ അമരക്കാരായ ഇതിത്താനം പ്രേംജി കെ ബാസിയും ശ്യാംജി കെ ബാസിയും അതോടൊപ്പം മറ്റ് അണിയറ പ്രവർത്തകർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും കൊല്ലൂർ മൂകാംബിക സരസ്വതി മണ്ഡപം FB പേജിൽ വരാൻ സാധിച്ചത്. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി തന്നെ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ആദ്യ ഗാനത്തിലോട്ട് ഞങ്ങൾ സന്തോഷപൂർവ്വം കിടക്കുകയാണ്. മദഗജമുഖനി ഗിരിജാസുതനി ഗണപതി ഭഗവാനേ, മദഗജമുഖനി ഗിരിജാസുതനി ഗണപതി ഭഗവാനേ, മരുകനീയൻ അറിവിൽപതിയായി ഹരനുടെ തിരുമകനേ, ശ്രീ ഹരനുടെ തിരുമകനേ, മദഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ, മരുകനീയൻ അറിവിൽപതിയായി ഹരനുടെ തിരുമകനേ, ശ്രീ ഹരനുടെ തിരുമകനേ, മദഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ, സുതനേ ഗർവം തിരും വരയാൻ കുംഭനിറച്ചവനേ, കുബേരഗർവം തിരും വരയാൻ കുംഭനിറച്ചവനേ, വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനേ, ദന്തം കൊണ്ടു കുറിച്ചവനേ, വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനേ, ദന്തം കൊണ്ടു കുറിച്ചവനേ, മദഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ, മരുകനീയൻ അറിവിൽപതിയായി ഹരനുടെ തിരുമകനേ, ശ്രീ ഹരനുടെ തിരുമകനേ, ഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ.
കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേറ്റാം എട്ടും കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേറ്റാം ഈറന്മാരാതേതമിടും എൻ വിഘ്നം നീക്കണമേ ഈറന്മാരാതേതമിടും എൻ വിഘ്നം നീക്കണമേ കലിയുഗ പമ്പാ ഗണപതി കലിയുഗ പമ്പാ ഗണപതി കലിയുഗ പമ്പാ ഗണപതി കലിയുഗ പമ്പാ ഗണപതി മദഗജമുഖനി ഗിരിജാസുതനി ഗണപതി ഭഗവാനേ മരുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ അപ്പം തുടക്കം ഒരു ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം. നമ്മളെ ലൈവിലേക്ക് പല ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കമന്റ്സ് ഒന്ന് നോക്കാം. നമ്മുടെ പ്രേംജി കെ ബാസി സർ വെൽക്കം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ആശംസകൾ അറിയിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം. സാർ ആവശ്യപ്പെട്ടിരിക്കുന്ന മൂകാംബിക ഗാനങ്ങൾ ധാരാളമായി പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പുല്ലൂർ മൂകാംബിക പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂകാംബിക ദേവിയുടെ ഗാനങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ തന്നെ ശ്രമിക്കാം. സാർ ഒരു സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതോടൊപ്പം നമ്മളെ അടുത്ത ഗാനത്തിലോട്ട് കിടക്കാം. ദേവിയുടെ ഒരു പാട്ട് തന്നെയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം എന്ന് പാടാം. ഇത് ആക്ച്വലി ഒരു സിനിമാ പാട്ടാണെങ്കിൽ കൂടി അത് ഒരുപാട് പോപ്പുലറായ ഒരു ഗാനമാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഇത് രവീന്ദ്ര മാസ്റ്ററാണ് ഇതിന്റെ മ്യൂസിക്. യേശുദാസ് പാടി. ഫിലിം സോങ് ആണെങ്കിൽ കൂടി ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ ഒരു ഡിവോഷൻ സോങ് എന്നുള്ള അത്രയും പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പാട്ടാണത്. അപ്പം ഈ പാട്ട് ഒരു 4 വരി പാട്ടാണ്. രേവതി രാഗം ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചിത്ര ചേച്ചി ഇതിന്റെ ഒരു മറ്റൊരു വേർഷൻ പാടിയിട്ടുണ്ട്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണനായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നെറുകയിൽ ഉദയാകുലിയാകൂ
മംഗളമന്ദസ്മിതം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നീ നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീ അഴലിന്റെ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവന സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാകൂ. ഹൃദയം സൗപർണികയാക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നെറുകയിൽ ഉദയാകുലിയാകൂ. മംഗളമന്ദസ്മിതം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഒത്തിരി സന്തോഷം അമ്മയുടെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ. നമ്മുടെ ലൈവില് ഒത്തിരി പേര് ലൈവിൽ ജോയിൻ ചെയ്തതായിട്ട് അറിയാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഗുരു കെ ഉദയൻ മാഷ് നമ്മളെ ലൈവിലുണ്ട്. നമസ്കാരം സാർ, ഒത്തിരി സന്തോഷം നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്തതിൽ. ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് സംഗീതം പഠിക്കാനായിട്ട് ഒരുപാട് എന്നെ സഹായിച്ച ആളാണ് ഉദയൻ മാഷ്. ഉദയൻ മാഷ് എനിക്ക് ഒത്തിരി ഭക്തിഗാനങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ സാറിന്റെ കീഴിൽ സാധിച്ചിട്ടുണ്ട്. സാറിന്റെ പാട്ടുകളും മധുബാലകൃഷ്ണൻ പാടിയ ഒരുപാട് പാട്ടുകൾ സാറിന്റെ സംഗീതത്തിൽ എസ് രമേശൻ നായർ സാർ എഴുതിയ ആൽബം, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിലും മൂകാംബികയാണെങ്കിലും ഏകാംബികയാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച, ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് സമ്മാനിച്ച ഉദയൻ മാഷെ പ്രത്യേകമായി ലൈവില് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മധുചേട്ടന്റെ വലിയൊരു ഫാനായ അരുൺ രഘു നമ്മുടെ ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. നമസ്കാരം അരുൺ, ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം. മധുചേട്ടന്റെ പാട്ടുകൾ ആവശ്യപ്പെടണം. അതോടൊപ്പം മത്സരാജ് കാരാട്ടൻ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മത്സരാജിന്റെ അച്ഛനാണ്.
ഒരുപാട് സന്തോഷം നമ്മളെ ലൈവിൽ വന്നതിൽ. ഇപ്പൊ കമന്റ്സിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉദയൻ മാഷ് നമ്മളെ ലൈവിലുണ്ട്, തംസപ്പ് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഉദയൻ മാഷ് അനുഗ്രഹങ്ങൾ വേണം. ഏകാംബികയിലെ പാട്ടുകൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏകാംബികയിലെ പാട്ടുകൾ പാടാം. മൂകാംബികയിലെ പാട്ടും പാടുക. കെ ഉദയൻ ചേട്ടന്റെ ഗാനങ്ങൾ പാടണമെന്ന് പ്രേംജി കെ ബാസി സാർ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ഗുഡ് എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഉദയൻ മാഷ് ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് ആവശ്യപ്പെട്ട പ്രകാരം, പ്രേംജി കെ സാർ ആവശ്യപ്പെട്ട പ്രകാരം ഉദയൻ മാഷ് ഒരു പാട്ട് തന്നെ അടുത്തതായിട്ട് പാടാം. മൂകാംബിക ദേവിയുടെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. മൂകാംബിക ആൽബത്തിലെ എല്ലാം നല്ല പാട്ടുകളാണ്. അതിലിപ്പം സരസ്വതി മണ്ഡപത്തിലാണെങ്കിൽ ഒരു രാഗമാലികയായിട്ട് സാറ് ചെയ്ത് വളരെ മനോഹരമായ പാട്ടാണ്. അതിൽ 64 തീർത്ഥങ്ങളാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. അതിലെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണ്. മൂകാംബി അമ്മ വിളിക്കുന്ന നേരത്ത് പോകാതിരിക്കാൻ എനിക്ക് വയ്യെന്ന പാട്ടാണെങ്കിലും അതില് ഒരു പിടി വറ്റു ഞാൻ ചോദിച്ചു, എല്ലാം നല്ല പാട്ടുകളാണ്. അതായത് രമേശൻ നായർ സാറിന്റെ നല്ല വരികളും അതോടൊപ്പം സാറിന്റെ മ്യൂസിക് കൂടെ ആയപ്പോൾ ആ പാട്ടുകളെല്ലാം എന്താണ് മുത്തുകളാണെന്ന് ഞാൻ പറയുക. അപ്പം നമുക്ക് 64 തീർത്ഥങ്ങളെ എന്റേതായ ഒരു രീതിയിൽ ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. സാർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം 64 തീർത്ഥങ്ങൾ എന്ന പാട്ട് ഞാൻ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. പദയാത്ര ചെയ്യുന്ന സൗപർണിക അവൾ മികവേറും ഔഷധ കുളിരാർന്നു പിന്നെയും തളിരോളമൊഴുകുന്ന ജലമാലിക അവളുടെ പെറ്റമ്മ മൂകാംബിക. 64 തീർത്ഥങ്ങൾ ഒരുമിച്ചു പദയാത്ര ചെയ്യുന്ന സൗപർണികാവൾ മികവേറും ഔഷധ കുളിരാർന്നു പിന്നെയും ഒഴുകുന്ന തളിരോല ജലമാലിക അവളുടെ പെറ്റമ്മ മൂകാംബിക. മൂകാംബികെ നിന്റെ ശക്തിയിൽ നിന്നൊഴുകുന്നു മൂലോകം കുളിരുന്ന പുണ്യജലം. മൂകാംബികെ നിന്റെ ശക്തിയിൽ നിന്നൊഴുകുന്നു മൂലോകം കുളിരുന്ന പുണ്യജലം. നീ വിളക്കായി ഞാൻ എരിയുന്നു ഉരുകുന്നു അറിയാത്ത പിഴകൾ തൻ കർമ്മഫലം. നറുനീ വിളക്കായി ഞാൻ എരിയുമ്പോൾ ഉരുകുന്നു അറിയാത്ത പിഴകൾ തൻ കർമ്മഫലം. മാപ്പാക്കണേ അമ്മേ മാപ്പാക്കണേ, എന്റെ മനസ്സിൽ നീ എപ്പോഴും കുടികൊള്ളണേ. 64 തീർത്ഥങ്ങൾ ഒരുമിച്ചു പദയാത്ര ചെയ്യുന്ന സൗപർണിക. നിനക്കു ഞാനു
നിൽക്കുന്നു ബ്രഹ്മവൃക്ഷം. ദേവാംബികേ നിനക്കു ഞാനു കെട്ടുവാൻ പൂവിട്ടു നിൽക്കുന്നു ബ്രഹ്മവൃക്ഷം. അമരവാദ്യങ്ങൾ മുഴക്കി മൂർത്തികൾ അടികൂപ്പി നിൽക്കുന്നു നിൻ സമക്ഷം. അമരവാദ്യങ്ങൾ മുഴക്കി മൂർത്തികൾ അടികൂപ്പി നിൽക്കുന്നു നിൻ സമക്ഷം. കനിയേണമേ ദേവി കനിയേണമേ എന്റെ കടമായ കഥനങ്ങളൊഴിയണമേ. 64 തീർത്ഥങ്ങൾ ഒരുമിച്ചു പദയാത്ര ചെയ്യുന്ന സൗപർണികാവൾ മികവേറും ഔഷധ കുളിരാർന്നു പിന്നെയും ഒഴുകുന്ന തളിരോല ജലമാലിക. അവളുടെ പെറ്റമ്മ മൂകാംബിക. 64 തീർത്ഥങ്ങൾ ഒരുമിച്ചു പദയാത്ര ചെയ്യുന്ന സൗപർണികാവൾ മികവേറും ഔഷധ കുളിരാർന്നു പിന്നെയും ഒഴുകുന്ന തളിരോല ജലമാലിക. അവളുടെ പെറ്റമ്മ മൂകാംബിക. അപ്പം ഒത്തിരി സന്തോഷം. ഉദയം മാഷെ, എസ് രമേശൻ നായർ സാറ് സംഗീതം രചനയും സംഗീതം ചെയ്ത് മൂകാംബിക എന്ന ആൽബത്തിൽ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ. ഇതില് ഈ പറഞ്ഞമാതിരി എനിക്ക് എല്ലാ പാട്ടുകളും ഒത്തിരി ഇഷ്ടമാണ്. അതില് ശിവരഞ്ജിൻ രാഗം ബേസ് ചെയ്തിട്ട് സാറ് ചെയ്തൊരു പാട്ടാണ് തോന്നുന്നു. മൂകാംബി അമ്മ വിളിക്കുന്ന നേരത്ത് പോകാതിരിക്കും എനിക്ക് വയ്യ എന്ന സോങ്. ലിറിക്കലി ഒരുപാട് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണെന്ന് ഞാൻ പറയും ഈ മൂകാംബി അമ്മ വിളിക്കുന്ന നേരത്ത് എന്ന സോങ്. അപ്പം ആ പാട്ട് ഒരു 4 വരി പാടാൻ ശ്രമിക്കാം. മൂകാംബിയമ്മ വിളിക്കുന്ന നേരത്ത് പോകാതിരിക്കാൻ എനിക്കു വയ്യ. വാക്കുകൾ കോർത്തൊരു പൂമാലയമ്മയ്ക്ക് ചാർത്താതിരിക്കാൻ എനിക്കു വയ്യ. അമ്മ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. മൂകാംബിയമ്മ വിളിക്കുന്ന നേരത്ത് പോകാതിരിക്കാൻ എനിക്കു വയ്യ. വാക്കുകൾ കോർത്തൊരു പൂമാലയമ്മയ്ക്ക് ചാർത്താതിരിക്കാൻ എനിക്കു വയ്യ. അമ്മ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. ആ ഒരു പാട്ട്. അതേമാതിരി ഒത്തിരി ഗാനങ്ങളുണ്ട്. ഇപ്പം ശങ്കരധ്യാനം ആൽബത്തിൽ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അരുൺ രഘു ശങ്കരധ്യാനം എന്ന ആൽബത്തിൽ ഒരു പാട്ട് വേണമെന്ന് പറയുന്നത് തീർച്ചയായും ശങ്കരധ്യാനത്തിൽ ഒരു പാട്ട് തന്നെ പാടാം. ഇതിലെ ശിവഭക്തി ഗാനങ്ങളാണ്. ഇതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ശ്രീയും യുവതിക്കും ദർശനം നൽകി ശ്രീകണ്ഠുരീശ്വരനായി ഭഗവാൻ
ശ്രീകണ്ഠേശ്വരനായി അഭിഷേക പ്രിയനായി ശ്രീയും യുവതിക്കു ദർശനം നൽകി ശ്രീകണ്ഠേശ്വരനായി ഭഗവാൻ ശ്രീകണ്ഠേശ്വരനായി അഭിഷേക പ്രിയനായി. ആറാണ്ടിനാളിലെ ആദ്രാദർശനത്തിൽ അരജന്മാരെത്തുന്നോരനന്തപുരി. ആറാണ്ടിനാളിലെ ആദ്രാദർശനത്തിൽ അരജന്മാരെത്തുന്നോരനന്തപുരി. മുടങ്ങാതെ നിർമാല്യം 41 നാൾ ശ്രീയും യുവതിക്കു ദർശനം നൽകി ശ്രീകണ്ഠേശ്വരനായി ഭഗവാൻ ശ്രീകണ്ഠേശ്വരനായി അഭിഷേക പ്രിയനായി. ശിവരാത്രിയും തിരുവാതിരയും നിന്റെ കമനീയ തേജസ്സിൻ അമൃതവർഷം. ശിവരാത്രിയും തിരുവാതിരയും നിന്റെ കമനീയ തേജസ്സിൻ അമൃതവർഷം. ത്രിപുരാന്തകൻ മഹാതാണ്ഡവമൂർത്തി നിൻ ഹൃദധാര എനിക്കിന്നു പുളകമേകി. ശ്രീയും യുവതിക്കു ദർശനം നൽകി ശ്രീകണ്ഠേശ്വരനായി ഭഗവാൻ ശ്രീകണ്ഠേശ്വരനായി അഭിഷേക പ്രിയനായി. ശ്രീയും യുവതിക്കു ദർശനം നൽകി ശ്രീകണ്ഠേശ്വരനായി ഭഗവാൻ ശ്രീകണ്ഠേശ്വരനായി അഭിഷേക പ്രിയനായി. അപ്പൊ ഒത്തിരി സന്തോഷം അരുൺ ശങ്കരധ്യാനത്തിലെ പാട്ട് ആവശ്യപ്പെട്ടതില്. ശങ്കരധ്യാനത്തിലെ പാട്ട് എന്നെ പറ്റി പറയുമ്പോൾ അതില് എല്ലാ പാട്ടുകളും ഉണ്ട്. ഇവിടെ നമ്മളെ കൊട്ടിയൂർ അമ്പലത്തിൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനെ പറ്റി പറയുന്ന നല്ലൊരു ഗാനമുണ്ട്. ജഡമുറിച്ചു പറിച്ചെറിഞ്ഞൊരു ശങ്കര ദ്രുതതാണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവിൽ എന്നുമെന്നുമലങ്കൃതം. ജഡമുറിച്ചു പറിച്ചെറിഞ്ഞൊരു ശങ്കര ദ്രുതതാണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവിൽ എന്നുമെന്നുമലങ്കൃതം. യാഗഭൂവിലെ താണ്ഡവം ക്ഷിപ്രകോപിത താണ്ഡവം
ഭൂതഗണമോടു സദാശിവനുടെ താണ്ഡവം. വരികൾ മറന്നുപോയി, ക്ഷമിക്കണം. ഒരുപാട് ഇഷ്ടമാണ് ഈ മാഷ് ചെയ്ത ശങ്കരധ്യാനത്തിലെ പാട്ടുകളാണെങ്കിലും മൂകാംബികയിലെയും ഏകാംബികയിലെയും പാട്ട് പാടണമെന്നിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകാംബികയിലെ പാട്ടും തീർച്ചയായിട്ടും പാടാം. ഞാൻ മറ്റൊരു പാട്ട് പാടിയതിനു ശേഷം തിരിച്ച് ഇതിലോട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് കമന്റ്സ് ഒന്ന് നോക്കിക്കോട്ടെ. ഗോപകുമാർ നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം പ്രിയങ്കരനായ തബലിസ്റ്റാണ് ഗോപകുമാർ. മധു ബാലകൃഷ്ണന്റെ പാട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒത്തിരി സന്തോഷം. മധുചേട്ടന്റെ പാട്ടുകൾ തന്നെയാണ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഗോപകുമാർ സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. അരുൺ ഒരു തംസപ്പ് തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഉദയം മാഷൻ ഒരു തംസപ്പ് തന്നതിൽ ഒരുപാട് സന്തോഷം. മാഷിന്റെ പാട്ടുകള് വലിയ പരിക്കില്ലാതെ പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ആഗ്രഹം കൊണ്ടാണ് പലപ്പോഴും പാട്ടുകൾ പാടുന്നത്. മാഷിന്റെ കീഴിൽ സംഗീതം പഠിക്കാൻ സാധിച്ചതും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മാഷ് പറഞ്ഞു തന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാഷ് പഠിപ്പിച്ചൊരു പാട്ട്, അയ്യപ്പന്റെ ഒരു പാട്ടുണ്ട്, അതിൽ 4 പേര് പാടാം, എന്നിട്ട് മറ്റ് ഗാനങ്ങളിലോട്ട് പോകാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണത്. ശരിക്കും പല പാട്ടുകളും കൃഷ്ണന്റെ പാട്ടുകളാണെങ്കിലും അതോടൊപ്പം എന്താ പറയുക അയ്യപ്പന്റെ പാട്ടുകളാണെങ്കിലും ഒക്കെ മാഷ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മാഷിന്റെ കീഴിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പാട്ട് പാടാം. എന്മനം പൊന്നമ്പലം എന്ന പാട്ട് നമുക്കൊന്ന് കേൾക്കാം. എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം, എന്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം. എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം, എന്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം. അപ്പം അതും ഒത്തിരി സന്തോഷം ആ ഒരു പാട്ട് ഇവിടെ പാടാൻ സാധിച്ചതിൽ. അപ്പം മറ്റൊരു പാട്ട് ഞാൻ പാടാം. ഇത് ശരിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൊറോണ എന്ന മഹാമാരി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും ഈ വർഷമാണെങ്കിൽ കൊറോണയുടെ മറ്റൊരു വേവ് 2 എന്ന് പറഞ്ഞ മറ്റൊരു അവസ്ഥയാണ് നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സംഗീത കൂട്ടായ്മകൾ എപ്പോഴും എല്ലാവർക്കും ഒരു സാന്ത്വന സ്പർശമാണ് പകരുന്നത്. അപ്പൊ അതിന് മുൻകൈ എടുത്ത് നമ്മുടെ ഇരുത്താനം പ്രേംജി കെ ബാസിക്കും അതോടൊപ്പം ശ്യാംജി കെ ബാസി സാറിനും ഒക്കെ ഒത്തിരി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ ഒരു FB പേജ് ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരാൻ സന്മനസ് കാണിച്ചതിന്. അപ്പൊ ഞാൻ അടുത്തത് ഈ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ ഒത്തിരി റെലവന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. അതിന്റെ അർത്ഥവത്തായ വരികളാണ് ആക്ച്വലി ഈ പാട്ട് എന്നെ ഒരുപാട് ആകർഷിച്ചത്. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ജയചന്ദ്രൻ മാഷാണ് പാടിയത് ഈ ഗാനം. വരുമോരോ എതിരും നീ പലരാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ, പിന്നിട്ട വഴിയോർത്തു തളരാതെ മനമേ, ഇനിയുള്ള വഴിയോർത്തു വിരളാതെ മനമേ, പരമമാം പൊരുളാം ശിവനെ നീ ജപി മനമേ, ശിവപദ തളിരിണയിൽ ചേർന്നലിയുകൻ മനമേ, വരുമോരോ എതിരും നീ പതറാതെ മനമേ, ദുരിതങ്ങൾ
തളരാതെ മനമേ പിന്നിട്ട വഴിയോർത്തു തളരാതെ മനമേ ഇനിയുള്ള വഴിയോർത്തു വിരളാതെ മനമേ പരമമാം പൊരുളാം ശിവനേ നീ ജനി മനമേ ശിവപദ തളിരിണയിൽ ചേർന്നറിയുകിൻ മനമേ. ഒരുവന്റെ ദുഃഖത്തിൽ തെളിയാതെ മനമേ അപരന്റുയർച്ചയിൽ പിടയാതെ മനമേ ഒരുവന്റെ ദുഃഖത്തിൽ തെളിയാതെ മനമേ അപരന്റുയർച്ചയിൽ പിടയാതെ മനമേ ധനമെന്ന ചിന്തയിൽ അലയാതെ മനമേ അരുതാത്തതിൽ മോഹം കൊള്ളാതെ മനമേ ധനമെന്ന ചിന്തയിൽ അലയാതെ മനമേ അരുതാത്തതിൽ മോഹം കൊള്ളാതെ മനമേ വരുമോരോ എതിരും നീ പതറാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. അളവറ്റ സ്നേഹം കൈവെടിയാതെ മനമേ അളവിൽ കവിഞ്ഞാശ കൊള്ളാതെ മനമേ അളവറ്റ സ്നേഹം കൈവെടിയാതെ മനമേ അളവിൽ കവിഞ്ഞാശ കൊള്ളാതെ മനമേ ആരെയും ശത്രുവായി തീർക്കാതെ മനമേ ഏവരും ബന്ധുവെന്നറിയന്റെ മനമേ ആരെയും ശത്രുവായി തീർക്കാതെ മനമേ ഏവരും ബന്ധുവെന്നറിയന്റെ മനമേ വരുമോരോ എതിരും നീ പതറാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. പാപകർമ്മങ്ങൾക്കായി തുനിയാതെ മനമേ സത്കർമ്മബോധം നീ നേടുകിൻ മനമേ പാപകർമ്മങ്ങൾക്കായി തുനിയാതെ മനമേ സത്കർമ്മബോധം നീ നേടുകിൻ മനമേ അഹമെന്ന ചിന്തയിൽ തെളിയാതെ മനമേ ഇഹപരസുഖമതിൽ മുങ്ങാതെ മനമേ അഹമെന്ന ചിന്തയിൽ തെളിയാതെ മനമേ ഇഹപരസുഖമതിൽ മുങ്ങാതെ മനമേ വരുമോരോ എതിരും നീ പതറാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. നീ എൻ വഴി കാട്ടിയൻ ഓർമ്മിക്കൻ മനമേ എൻ ഭാവുകം നിന്നിലെന്നറിയന്റെ മനമേ നീ എൻ വഴി കാട്ടിയൻ ഓർമ്മിക്കൻ മനമേ എൻ ഭാവുകം നിന്നിലെന്നറിയന്റെ മനമേ ഗർത്തങ്ങളിൽ എന്നെ വീഴ്ത്താതെ മനമേ നേർവഴിക്കെന്നെ നയിക്കെന്റെ മനമേ ഗർത്തങ്ങളിൽ എന്നെ വീഴ്ത്താതെ മനമേ നേർവഴിക്കെന്നെ നയിക്കെന്റെ മനമേ
വരുമോരോ എതിരും നീ പതറാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ, പിന്നിട്ട വഴിയോർത്തു തളരാതെ മനമേ, ഇനിയുള്ള വഴിയോർത്തു പിറരാതെ മനമേ, പരമമാപുരുണ ശിവനേ നീ ജപി മനമേ, ശിവപദ തളിരിണയിൽ ചേർന്നലിയുകൻ മനമേ, വരുമോരോ എതിരും നീ പതറാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. ഈ പാട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ഒത്തിരി യോജിച്ച പാട്ടാണെന്ന് എനിക്ക് തോന്നി. അതാണ്. പിന്നെ പരമമാം പദമാം ശിവനെ ജപിക്കാനാണ് പറയുന്നത്. അപ്പം എല്ലാം ഭഗവാൻ ശിവനിൽ സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും തീരുമെന്നാണ് പറയുന്നത്. ഈ പാട്ട് എൻ്റെ രചനയും സംഗീതവും ബി ശശികുമാർ സാറാണ്. അതായത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ മഹാനായ ബാലഭാസ്കർ, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അമ്മാവനായ ശശികുമാർ സാർ, ബി ശശികുമാർ സാറാണ് ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും. അപ്പം ഒത്തിരി സന്തോഷം ശശികുമാർ സാറിനെ ഒരു പാട്ട് ഇവിടെ പാടാൻ സാധിച്ചത്. അപ്പം സംഗീതയാത്രയിൽ എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഉദയമാഷ നമ്മളോടൊപ്പം ലൈവിലുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് സംഗീതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സാറും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സാറ് സംഗീതം ചെയ്ത് ഒരു പാട്ട് ഞാൻ ഇവിടെ ഒരു 4 വരി പാടാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഈ അടുത്ത് തന്നെ മതമൈത്രി സംഗീതത്തിന് വേണ്ടി സാറ് ഒരുപാട് മണിക്കൂർ 36 മണിക്കൂറൊക്കെ മതമൈത്രി സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ച് മഹാനായ സംഗീതജ്ഞനാണ് അദ്ദേഹം. സംഗീതം ചെയ്ത ഒരു പാട്ട് ഞാനൊരു 4 വരി പാടുകയാണ്. ശ്യാമരാഗം ബേസ് ചെയ്തിട്ടാണെന്നാണ് സാർ പറയുന്നത്. അപ്പൊ ഈ പാട്ട് എൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. അത് കരിക്കേക തമ്മയെ കുറിച്ചാണ് പാട്ട് പറയുന്നത്. അപ്പം തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ. എന്നെ കുറിച്ച് ഈ ലൈവില് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരോടൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ പേര് ചിത്രരഞ്ജൻ എന്നാണ്. ശരിക്കും തിരുവനന്തപുരത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ. സ്വദേശം കോഴിക്കോടാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം കഴിഞ്ഞ 1 മാസമായി വിഷുവിന് മുന്നോടിയായിട്ട് കോഴിക്കോട് വരാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ 1 മാസമായിട്ട് കോഴിക്കോടാണ് ഉള്ളത്. അപ്പം ഇപ്പം നാട്ടിലങ്ങനെ എന്താ പറയാ, മഴയും എല്ലാം അങ്ങനെ ആസ്വദിച്ച് നാട്ടിൽ കഴിയുന്നു. അപ്പൊ ഈ ഒരു മഹാമാരി നമുക്ക് എല്ലാവരും ദുഃഖം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സംഗീതം എപ്പോഴും നമുക്കൊരു സാധാരണ സ്പർശമായി മാറുന്നതാണ്. ഞാൻ ഈ പാട്ട് 4 വരി പാടും. കരിക്കേ തമ്മയുടെ സാറിന്റെ സംഗീതത്തില്. കരയുന്ന മനസ്സിന് കാരുണ്യമേകുന്ന കരിക്കകത്തമ്മയാണെന്നമ്മ. കരയുന്ന മനസ്സിന് കാരുണ്യമേകുന്ന കരിക്കകത്തമ്മയാണെന്നമ്മ. കാർത്യായനീ കാദംബരി കാർത്യായനീ കാദംബരി കനിയു ചാമുണ്ടേശ്വരി കനിയു ചാമുണ്ടേശ്വരി. കരയുന്ന മനസ്സിന് കാരുണ്യമേകുന്ന കരിക്കകത്തമ്മയാണെന്നമ്മ എന്നമ്മ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ കരയുന്ന മനസ്സിന് കാരുണ്യമേകുന്ന കരിക്കകത്തമ്മയാണെന്നമ്മ എന്നമ്മ. ഇതാണ് പാട്ടിന്റെ പല്ലവി. കരിക്കകത്തമ്മ നമ്മള് വിളിച്ച വെളിപ്പുറത്തുള്ള അമ്മയാണ് കരിക്കകത്തമ്മ. അപ്പൊ കരിക്കകത്തമ്മയുടെ ഒരു പാട്ട്, ഈ പാട്ട് ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം ആ പാട്ടിന്റെ ഒരു 4 വരിയാണ് പാടിയത്. പിന്നെ നമ്മളെ കമന്റ്സിലോട്ട് ഞാനൊന്ന് പോവുകയാണ് പെട്ടെന്ന്. ഇവിടെ ഗോപകുമാർ ഒത്തിരി സ്റ്റിക്കേഴ്സും കമന്റും ഒക്കെ വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം. മത്സരാജ് കാരാട്ട് ഗുഡ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം പാട്ടുകൾ ആസ്വദിക്കുന്നതിൽ. ഗോപകുമാർ സൂപ്പർ സൂപ്പർ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളെ ലൈവിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അതേമാതിരി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പാട്ട് അക്ഷരത്തേരിൽ എന്ന് പറഞ്ഞ പാട്ട് പാടാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം. ഗുഡ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താങ്ക്സ് എന്ന് ഒത്തിരി സ്റ്റിക്കേഴ്സ് അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗോപകുമാർ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തബലിസ്റ്റാണ് പുള്ളി. എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭക്തിഗാനങ്ങളാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. അപ്പൊ ഭക്തിഗാനങ്ങൾ എവിടെയുണ്ടെങ്കിലും പുള്ളി എപ്പോഴും ആസ്വദിക്കാനായിട്ട് നമ്മുടെ ഒപ്പം വരാറുണ്ട്. അപ്പൊ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ശ്യാംജി കെ ബാസി സാറ് ഒരു പൂച്ചെട്ട് സ്റ്റിക്കർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അടുത്തൊരു പാട്ടിലോട്ട് കിടക്കുകയാണ്. അടുത്ത വന്ന് ഇപ്പൊ മൂകാംബിക ഏകാംബികയിലെ പാട്ടുകൾ പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലെ ഏകാംബിക ആൽബത്തിൽ ഒരു പാട്ട് മധുചേട്ടന്റെ തന്നെ മധുബാലകൃഷ്ണൻ പാടിയ ഏകാംബിക എന്ന ആൽബത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഉദയമാഷന്റെ ഒരു പാട്ട് അനുവല്ലയിൽ പാടിയിട്ട് ഞാൻ പല്ലവിയിലോട്ട് വരാം. ഇപ്പൊ ആക്ച്വലി അങ്ങനെയാണല്ലോ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മളെ സിനിമാ ഗാനങ്ങളാണെങ്കിലും ഒക്കെ പാട്ടിന്റെ അനുപല്ലവിയിലേക്ക് ചരണം പാടിയിട്ട് പല്ലവിയിലോട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു പാട്ടിന്റെ അനുപല്ലവിന്ന് പല്ലവിയിലോട്ട് വരാൻ ശ്രമിക്കാം. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അതിന്റെ വരികളിലൂടെയും സംഗീതത്തിലൂടെയും ഞാൻ ആ പാട്ടിനെ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. എല്ലാവർക്കും അമ്മയാകുന്ന മൂകാംബികെ എന്നോട് മാത്രമെന്തിത്ര സ്നേഹം. എല്ലാവർക്കും അമ്മയാകുന്ന മൂകാംബികെ എന്നോട് മാത്രമെന്തിത്ര സ്നേഹം. ഒന്നുമില്ലാത്തവൻ ആരുമില്ലാത്തവൻ മുന്നിൽ വെറും കൈയുമായി നിൽപ്പോൻ. ഒന്നുമില്ലാത്തവൻ ആരുമില്ലാത്തവൻ മുന്നിൽ വെറും കൈയുമായി നിൽപ്പോൻ. ഒരു നീലനോട്ടം, ഒരു കരസ്പർശം, അതുമതി അതുമതി എല്ലാവർക്കും. കുടജാദ്രിയല്ലോ തറവാട്, എന്റെ കുലപരദേവത മൂകാംബിക. കുടജാദ്രിയല്ലോ തറവാട്, എന്റെ കുലപരദേവത മൂകാംബിക. അരുമക്കിടാങ്ങൾക്കു നീരാടാൻ വാത്സല്യം
അമൃതുമായി ഒഴുകുന്ന സൗപർണിക കുടജാദ്രിയല്ലോ തറവാട് എന്റെ കുലപരദേവത മൂകാംബിക. അത് ഒരു നല്ല പാട്ടാണ്. അതിലെ മറ്റൊരു പാട്ട് സാർ ചെയ്തിരിക്കുന്ന കഷായ തീർത്ഥം എന്ന് പറഞ്ഞൊരു പാട്ട് ഈ ആൽബത്തിലുണ്ട്. അത് ശരിക്കും നമ്മൾ മൂകാംബിക സന്ദർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൂകാംബിക അമ്മയുടെ ദർശനം കിട്ടിയ എല്ലാവർക്കും അറിയാം. നമ്മളവിടെ രാത്രി നടയടച്ചതിന് ശേഷം അവിടെ വിതരണം ചെയ്യുന്ന ഒരു പ്രസാദം ആണ് കഷായ തീർത്ഥം. അപ്പൊ ഈ കഷായ തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് അത് ആക്ച്വലി ഒരു ദിവസം വരെ അത് എന്താണ് കേടുകൂടാതെ ഇരിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. അപ്പൊ കഷായ തീർത്ഥം ഒരുപാട് തവണ മൂകാംബിക പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ശരിക്കും അമ്മയുടെ നടയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. അമ്മയെ തൊഴാനും അവിടെ താമസിക്കാനും കഷായ തീർത്ഥം കുടിക്കാനും ഒക്കെ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പൊ ഇത് സാറ് ഉദയമാഷ സംഗീതത്തിലുള്ള ഒരു പാട്ടാണ്, നല്ല വരികളുമാണ്. അപ്പം ആ പാട്ടിന്റെ ഒരു 4 വരി ഞാൻ പാടാം. നീയുണരുമ്പോൾ 14 നിദ്രയിലാഴുകയല്ലോ, നീയുറങ്ങുമ്പോൾ നീയുണരുമ്പോൾ നീയുറങ്ങുമ്പോൾ 14 നിദ്രയിലാഴുകയല്ലോ, നീയുണരുമ്പോൾ ഈ 7 നിമിഷം കൊണ്ടുണരുകയല്ലോ. ബ്രഹ്മവൃക്ഷത്തിലെ ഇലകൾ മൂകാംബികേ നിൻ സമ്മതമില്ലാതെ അനങ്ങുകില്ല. കഷായ തീർത്ഥം സേവിച്ചു ഞാൻ നിന്റെ കാൽ തൊട്ടു വന്ദിച്ചു നിന്നു, ശിരസിൽ കൈ ചേർത്തനുഗ്രഹിച്ചു നീ തിരുനടമെല്ലെ അടച്ചു. കഷായ തീർത്ഥം സേവിച്ചു ഞാൻ നിന്റെ കാൽ തൊട്ടു വന്ദിച്ചു നിന്നു, ശിരസിൽ കൈ ചേർത്തനുഗ്രഹിച്ചു നീ തിരുനടമെല്ലെ അടച്ചു. അതാണ് ഇതിലൊരു പാട്ട്. പിന്നെ ഇവിടെ നമ്മുടെ പ്രേംജി ബാസി സാർ എന്നോട് പറഞ്ഞിരുന്നൊരു പാട്ടുണ്ട്, ശങ്കരപീഠം മൂകാംബിക ആൽബത്തിലെ പാട്ടാണത്. സിന്ധു ഭൈരവി രാഗം ബേസ് ചെയ്തിട്ടാണ് സാർ പാട്ട് ചിട്ടപ്പെടുത്തിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു രാഗമാണ് സിന്ധു ഭൈരവി. അതില് സാറ് തന്നെ കമ്പോസ് ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട്. ചെറുകുന്നത്തമ്മയായി ചെറുകുന്നത്തമ്മയുടെ ഒരു വർക്ക് സാർ ചെയ്തതിൽ അത് എനിക്കൊരു ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്. അതിൽ കല്യാണി ബേസ് ചെയ്തിട്ടുള്ളൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ആ പാട്ടിൽ 4 വരി പാടുന്നത്. എന്നിട്ട് ഞാൻ ഈ പാട്ട് പാടും. ചെറുകുന്നത്തമ്മയായി വണരുളും ദേവി മായാ മഹേശ്വരി വനദുർഗേ. ചെറുകുന്നത്തമ്മയായി വണരുളും ദേവി മായാ മഹേശ്വരി വനദുർഗേ. ചെറുമന്ദഹാസത്താൽ ഭക്തർക്കു നിത്യവും ദർശനമരുളുന്ന ജഗദംബികേ.
ചെറുമന്ദഹാസത്താൽ ഭക്തർക്കു നിത്യവും ദർശനമരുളുന്ന ജഗദംബികേ, ചെറുകുന്ന തമ്മയായി വാണരുളും ദേവി, മായ മഹേശ്വരി വനദുർഗേ. ശരിക്കും അതിന്റെ അനുമല്യമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ആശ്രയം യാചിച്ചു നൊന്തു വിളിക്കുന്നോർ കാലംബമായി വിളങ്ങും വരദായിനി. ആശ്രയം യാചിച്ചു നൊന്തു വിളിക്കുന്നോർ കാലംബമായി വിളങ്ങും വരദായിനി. ദാരിദ്ര്യ ദുഃഖവും വ്യാധിയും തീണ്ടാതെ തട്ടകം കാക്കുന്ന ഭുവനേശ്വരി. ദാരിദ്ര്യ ദുഃഖവും വ്യാധിയും തീണ്ടാതെ തട്ടകം കാക്കുന്ന ഭുവനേശ്വരി, ചെറുകുന്ന തമ്മയായി വാണരുളും ദേവി, മായ മഹേശ്വരി വനദുർഗേ. കല്യാണി ബേസ് ചെയ്ത് മറ്റൊരു പാട്ട് സാർ ചിട്ടപ്പെടുത്തിയത്, സരിഗമ പാടാൻ അറിയാത്തൊരിന്നെയും സരസ്വതി മണ്ഡപം വിളിക്കുന്നു. ശങ്കരപീഠം ശങ്കയും തോന്നാത്തൊരി എന്നെ ശങ്കരപീഠം ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, വരികൾ മറന്നുപോയി. അത് ഏകാംബിക ആൽബത്തിലാണ് സാറ് ചെയ്തിരിക്കുന്നത്. അത് ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം ഒത്തിരി സന്തോഷം. പല പല പാട്ടുകൾ ഇവിടെ സാറിന്റെ കമ്പോസിഷനിലുള്ള പല പാട്ടുകളും പാടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം അറിയിക്കട്ടെ. ഒരു കൃഷ്ണഭക്തി ഗാനം അടുത്തതായിട്ട് ഞാനൊന്ന് പാടാം. ഇത് ഈ ഇടയ്ക്ക് ഒത്തിരി ഫേമസ് ആയൊരു പാട്ടാണ്, തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന് പറയുന്ന സോങ്. ഇപ്പം ഹിറ്റായൊരു സോങ്ങാണിത്. ആ പാട്ട് ഞാനൊന്ന് പാടാം. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. മഞ്ഞിനുടെ മേനി കായാപ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാപ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിന്തൊരു
ആനന്ദം പരവേശം കാർവർണ്ണൻ തന്നെ നേടി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം കണ്ടാലിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ടാലിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ടാലിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ ആടൂലേ കണ്ണാ 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 തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 ചന്ദനത്തിൻ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാനി വിളയാടൂ ചന്ദനത്തിൻ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാനി വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ ആടൂലേ കണ്ണാ 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 തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പുല്ലാങ്കുഴലൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ ഉള്ളിടത്ത് മേയുവാൻ പോകുമ്പോൾ പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ ഉള്ളിടത്ത് മേയുവാൻ പോകുമ്പോൾ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ ആടൂലേ കണ്ണാ കണ്ണാ കണ്ണാ
കണ്ണാ കണ്ണാ തുളസിക്കതിർ തുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ തുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ തുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. അപ്പം ഇതായിരുന്നു കണ്ണൻ്റെ ഒരു പാട്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. ശരിക്കും പാടണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ നമ്മളെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് പല പാട്ടുകളും നമുക്കിവിടെ പാടാൻ സാധിക്കില്ല. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ലൈവിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ പാടാൻ സാധിച്ചതിൽ. ഉദയം മാഷ് നമ്മുടെ ലൈവിൽ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ഉദയം മാഷ് പഠിപ്പിച്ച കൃഷ്ണൻ്റെ ഒരു പാട്ട് 4 വരി പാടിക്കൊണ്ട് നമ്മുടെ ഈ ലൈവ് സമാപ്തിയാകുന്നതാണ്. അപ്പം കൊല്ലൂർ മൂകാംബിക സരസ്വതി മണ്ഡപം FB പേജിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഹംസനാഥം ഓർക്കസ്ട്രയ്ക്ക് അവസരം തന്ന് ഇതിൻ്റെ അഡ്മിൻസായ ഇതിത്താനം പ്രേംജി കെ ബാസി സാറിനും ശ്യാംജി കെ ബാസി സാറിനും അതോടൊപ്പം തന്നെ നല്ലവരായ മറ്റ് അനേകം പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത് 2ാം തവണയാണ് കൊല്ലൂർ മൂകാംബിക FB പേജിൽ ഞങ്ങൾക്ക് ഒരു സംഗീത അർച്ചന അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും വരാൻ സാധിച്ചതിൽ. അതോടൊപ്പം ഞങ്ങളുടെ ഈ FB ലൈവിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പം ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ടോടുകൂടി ഈ ഒരു സംഗീതാർച്ചന പരിസമാപ്തിയാകുന്നതാണ്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ